എല്ലാ പ്രിയപ്പെട്ടവർക്കും ചാമക്കാല മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം ഇന്നലെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല, എന്നാലും ഞാനൊരു വീഡിയോ ഡ്യൂട്ടിക്ക് പോണ സമയത്ത് ഇട്ടിരുന്നു. അത് കുറച്ച് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് ഞാൻ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാളെ മാർച്ച് 6-ാം തീയതി നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസമാണ്. 9 വർഷമായി ആള് നമ്മളെ വിട്ടു പിരിഞ്ഞിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഞാനും കലാഭവൻ മണിയും തമ്മിലുള്ള ബന്ധം അങ്ങനെയായിരുന്നു. എനിക്ക് മണിച്ചേട്ടന് വേണ്ടിയിട്ട് 2 പാട്ട് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ വർഷവും അതിൻ്റെ മുന്നത്തെ വർഷവും 2 പാട്ടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വരികൾ ഞാൻ ഇതിൻ്റെ താഴെ ക്ലിപ്പിങ്സ് ആയിട്ട് കൊടുക്കാം. പിന്നെ മണിച്ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിച്ചേട്ടനെ ഇഷ്ടമല്ലാത്ത ആരും തന്നെ കേരളത്തിൽ ഉണ്ടാവില്ല. അതുപോലുള്ളൊരു കലാകാരനായിരുന്നു മണിച്ചേട്ടൻ. മണിച്ചേട്ടനും ഞാനും അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അത് മണിച്ചേട്ടൻ്റെ ഫ്രണ്ട്സിൻ്റെ ആഴം എത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിച്ചേട്ടന് ഒരു തരത്തിലുള്ള ഫ്രണ്ട്സ് അല്ല, പലതരത്തിലുള്ള ഫ്രണ്ട്സുകളുണ്ട്. പുള്ളി സിനിമ മേഖലയിലുള്ള ഫ്രണ്ട്സ് അത് വേറെ, മിമിക്രി അതിലുള്ള ഫ്രണ്ട്സുകൾ വേറെ, അതുപോലെ അല്ലാതുള്ള സൗഹൃദങ്ങൾ അത് വേറെ. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫ്രണ്ട്സ് മണിച്ചേട്ടനുണ്ടായിരുന്നു. മണിച്ചേട്ടൻ നമ്മളെ വിട്ടുപോയതിൽ എന്താ പറയുക, വല്ലാത്ത ഒരു വേദന തന്നെയാണ് കേരളത്തിലുടനീളം ഉണ്ടായത്. പിന്നെ മണിച്ചേട്ടന് ശത്രുതയുള്ള ആൾക്കാരും ആ സമയത്ത് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കാലത്ത് മണിച്ചേട്ടൻ എന്തോ കേസിലൊക്കെ പെട്ടിട്ട് മണിച്ചേട്ടനെ പറ്റി ഒരുപാട് ആൾക്കാർ കുറ്റം പറയാനും അതിനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മണിച്ചേട്ടനോട് ഒരുപാട് ഇഷ്ടം കൂടി വന്നു എല്ലാവർക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി ഈ സഹായിക്കുന്നൊക്കെ കാര്യത്തിൽ ഭയങ്കര എന്താ പറയുക, അത് നമ്മളൊക്കെ നേരിട്ട് കണ്ട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. കാരണം ഒരാള് വേദനിച്ചിരിക്കുന്നത് കാണാനുള്ള ഒരു ശക്തി പുള്ളിയുടെ മനസ്സിനില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നിങ്ങളൊക്കെ ചിലപ്പോൾ ചാനലിൽ കൂടിയും മറ്റുള്ള ഇൻ്റർവ്യൂ കൂടെ ഒക്കെ അറിഞ്ഞതാണ്. പക്ഷെ നമ്മളൊക്കെ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. മണിച്ചേട്ടൻ്റെ സഹോദരിമാരുടെ മക്കളൊക്കെ ഏറ്റവും ഇപ്പോഴും ആ ബന്ധം ഇപ്പോഴും നമ്മൾ തുടർന്നുകൊണ്ട് പോകുന്നുണ്ട്. അവരൊക്കെ നല്ല നല്ല കലാകാരന്മാരാണ്. ഇവർ വീട്ടിലെല്ലാവരും കലാകാരന്മാരാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശരിക്ക് മണിച്ചേട്ടൻ്റെ 2ാമത്തെ സഹോദരി, എൻ്റെ സുഹൃത്ത് പവീര അമ്മ നന്നായി പാട്ട് പാടും. അതുപോലെ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, രാമകൃഷ്ണൻ ആയാലും അവരുടെ വീട്ടിൽ ഒരുവിധപ്പെട്ട എല്ലാവരും നല്ല കലാകാരന്മാരാണ്. പിന്നെ മണിച്ചേട്ടൻ ഇങ്ങനെ സിനിമയിലൊക്കെ വന്ന് ഇതായ പിന്നെയാണ് അവരൊക്കെ വെളിയിലൊക്കെ അറിയാൻ തുടങ്ങിയത്. എന്നാലും അവർക്കൊന്നുമായ ഒരു അഹങ്കാരമോ മറ്റുള്ള ഒന്നുമില്ല. അത്രയ്ക്ക് സ്നേഹമുള്ള ആൾക്കാരാണ് എല്ലാവരും. മണിച്ചേട്ടൻ്റെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ആൾക്കാരെ സ്നേഹിക്കാൻ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവരുടെ സഹോദരി പുത്രന്മാരായിട്ടൊക്കെ നല്ല അടുപ്പാണ്. പിന്നെ ഇനിയിപ്പം നാളെ ഇതിനു മുമ്പ് ഞാൻ മെയിനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മാർച്ച് 6-ാം തീയതി മണിച്ചേട്ടൻ്റെ ഈ ഓർമ്മ ദിവസം ദയവ് ചെയ്ത് എല്ലാവർക്കും മണിച്ചേട്ടനെ ഇഷ്ടമാണ്. നിങ്ങൾ ഒരുപാട് ആരാധകരുണ്ട്, എല്ലാം അറിയാം. പക്ഷെ 2 കൊല്ലം ചില കാഴ്ചകൾ ഈ പാടിയിൽ വന്നിട്ട് ചില ആൾക്കാർ ചെയ്യുന്നതൊക്കെ കാണാനിടയായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് മണിച്ചേട്ടനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇനിമേലാൽ അങ്ങനെ ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മണിച്ചേട്ടനെ സ്നേഹിക്കുന്ന മണിച്ചേട്ടനൊരു ആദരാഞ്ജലി അർപ്പിക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് അവിടെ. പക്ഷെ ഈ കഴിഞ്ഞ വർഷം ഒരു പാർട്ടി വന്നിട്ട് കള്ള് കൊണ്ടുവന്നിട്ട് വീത് വയ്ക്കുന്നതും, അതുപോലെ മണിച്ചേട്ടന് കുപ്പികൾ കൊണ്ടുവന്ന് വെച്ചിട്ട് വീത് വയ്ക്കണം, അതൊക്കെ മണിച്ചേട്ടന് ചെയ്യുന്ന ഒരു ക്രൂരതയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തന്നെ
എല്ലാവരും പറഞ്ഞത് ആള് മദ്യപിച്ചു, ഒരുപാട് അത് ചെയ്തിട്ടൊക്കെ മരിച്ചെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് ആളായിട്ട് അടുക്കുന്നവർക്കറിയാം അങ്ങനെ മദ്യപാനം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒരാളെ നമ്മൾ അത്രയ്ക്ക് ഇതാക്കിയിട്ട് ചെയ്യണത് ഒരിക്കലും ശരിയല്ല. കാരണം എന്താ വെച്ചാല് അയാള് അങ്ങനെ ബീർ കുടിക്കും, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ അല്ലാതെ ഒരുപാട് അങ്ങനെ മദ്യപിച്ച് ആൾക്കാരായിട്ട് പ്രശ്നം ഉണ്ടാക്കണം അങ്ങനത്തെ ഒരാളല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഒരു കലാപരിപാടി ആരും ചെയ്യാതെ നിങ്ങൾ പാടിയിലൊക്കെ വന്നിട്ട് നന്നായി പാട്ടുപാടുക, ആഘോഷിക്കുക, അങ്ങനെയുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ മദ്യം വാങ്ങിക്കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ട് മണിച്ചേട്ടന്റെ ഫോട്ടോന്റെ മുന്നിൽ വെച്ചു കൊടുക്കുക, അതൊക്കെ ചെയ്യണത് എന്തായാലും ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ആരും മാർച്ച് 6-ാം തീയതി അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല് അത് ആർക്കും ഇഷ്ടപ്പെടണം. മദ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാലോ. മദ്യം വെച്ചിട്ടല്ല ഒരാളെ സന്തോഷിപ്പിക്കേണ്ടത്, വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. അതുപോലെ ഉള്ള കാര്യങ്ങൾ ചെയ്ത് സന്തോഷിപ്പിക്കുന്നതല്ലേ നല്ലത്. അല്ലാതെ ഈ പാടിയിൽ വന്നതിന് ശേഷം അവിടെ ഇപ്പം ആരും ഒന്നും പറയില്ല. പക്ഷെ നമ്മൾ കണ്ടവർക്ക് അതൊരു വിഷമായിട്ട് തോന്നി, അതുകൊണ്ട് മാത്രം പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആരും ചെയ്യാതിരിക്കുക. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആളെ കുറിച്ച് അങ്ങനെ മദ്യപിച്ചാണ് മരിച്ചു പോയെന്നും പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഒരിക്കൽ പറയണ്ടായി. ഈ മരിച്ചു കിടക്കുന്ന സമയത്തും എത്ര ആൾക്കാർ നെഗറ്റീവ് കമന്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയിലുള്ള എത്ര പേര് മണിച്ചേട്ടനെ കുറ്റം പറഞ്ഞിട്ട് മണി അങ്ങനെ ചെയ്തുകൊണ്ടാണ് മരിച്ചത്, ഇങ്ങനെയാണ് മണി എന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ഒരുപാട് വിവാദങ്ങൾ ആ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും നമുക്കറിയില്ല. കലാപം മണിച്ചേട്ടൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ ഒരിക്കലും ഈ വക കാര്യങ്ങളൊന്നും പാടിയിൽ വന്നിട്ട് ആരും ചെയ്യാതിരിക്കുക. മണിച്ചേട്ടന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ പാട്ട് അല്ലെങ്കിൽ നിങ്ങൾ പുഷ്പാർച്ചന നടത്തും, മറ്റുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അവിടെ അവരുടെ ഓഡിറ്റോറിയത്തിൽ അന്ന് എന്തെങ്കിലും പരിപാടി ഉണ്ട്, അവിടെ പോയി പരിപാടി അവതരിപ്പിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിനെ സന്തോഷിപ്പിക്കേണ്ടത്. അല്ലാതെ മദ്യത്തിന്റെ കേസ് എല്ലാവരും ഒന്ന് ഒഴിവാക്കാം. പിന്നെ ഞങ്ങൾക്കാണെങ്കിൽ പങ്കുവയ്ക്കാൻ ഒരുപാട് ഓർമ്മകളുണ്ട്. മണിച്ചേട്ടൻ പേഴ്സണലായിട്ടായാലും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലായാലും. ഞാൻ അവസാനം മണിച്ചേട്ടനായിട്ട് പങ്കെടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നക്ഷത്രരാവ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു ഖത്തറിൽ. ആ പരിപാടിക്കാണ് അന്നാണ് ശരിക്കും ഞങ്ങൾ അവിടെ എൻജോയ് ചെയ്തത്. പക്ഷെ ആ പരിപാടിയായിരുന്നു മണിച്ചേട്ടൻ ലാസ്റ്റായിട്ട് ഗൾഫ് പ്രോഗ്രാം അവതരിപ്പിച്ചെന്നാണ് എൻ്റെ ഓർമ്മ. അതിനുശേഷം പുള്ളി പോയിട്ടില്ല എവിടേക്കും. അതിനുശേഷം പിന്നെ എന്തോ വയ്യാതൊക്കെ ആയി. പിന്നെ ഒരു ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു കൈരളിയിൽ ഒരു പരിപാടി ഉണ്ട്, തലയൊക്കെ മൊട്ടടിച്ചിട്ട് കൈരളിയിൽ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോണമെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എയർപോർട്ടിൽ വെച്ചിട്ട്. അങ്ങനെയൊക്കെയുള്ള ഇതുകളായിരുന്നു. പിന്നെ ഞാനും പിന്നെ എൻ്റെ ഒരു സുഹൃത്തും മണിച്ചേട്ടൻ്റെയും കൂടി സുഹൃത്തുണ്ട്, നമ്മുടെ എടപ്പാളുള്ള ഒരു ഇക്ക ഉണ്ടായിരുന്നു. ഞങ്ങളെ ഇക്കൻ്റെ വീട്ടിലിടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. ഇക്കായിട്ട് ഭയങ്കര സൗഹൃദമായിരുന്നു മണിച്ചേട്ടൻ. പുള്ളി എല്ലാ കാര്യത്തിനും പുള്ളി ഇൻവോൾവ് ആയിട്ടുള്ള ഇതായിരുന്നു. ഇക്കയും എന്നെ ഇപ്പോൾ വിളിക്കാറുണ്ട് ഇക്ക. പക്ഷെ എന്നാലും എന്താ പറയാ, നഷ്ടം തന്നെ, പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിയുടെ സൗഹൃദങ്ങൾ അങ്ങനെയാണ്. നല്ല നല്ല രീതിയിലുള്ള സൗഹൃദങ്ങളുണ്ട്, സിനിമക്കാരായിട്ടുള്ള സൗഹൃദമുണ്ട്. അതുപോലെ ഈ എന്താ പറയാ നമ്മുടെ മിമിക്രി തലത്തിലുള്ള ആൾക്കാരായിട്ടുള്ള സൗഹൃദമുണ്ട്, മ്യൂസിക് ഡയറക്ടർമാരായിട്ടുള്ള സൗഹൃദം, അത് ഒരുപാട് സൗഹൃദം. സത്യം പറഞ്ഞാൽ കേരളത്തിൽ എവിടെ ചെന്നാലും മണിച്ചേട്ടൻ്റെ കൂട്ടുകാരൻ എന്ന് പറയുള്ളൂ. പക്ഷെ ഈ മണിച്ചേട്ടൻ്റെ പാട്ടുപാടി നടക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ രഞ്ജു ചാലക്കുടിയുണ്ട്, അവരൊക്കെ ഭയങ്കര അടുപ്പുള്ള ആൾക്കാരാണ്. രഞ്ജു ശരിക്കും മണിച്ചേട്ടൻ്റെ കൂടെ നിന്നിട്ടുള്ള ആളാണ്. എല്ലാ പരിപാടിക്കും മണിച്ചേട്ടൻ്റെ കൂടെ അവിടെ പാടിയിലൊക്കെ എന്തെങ്കിലും പരിപാടി ഉണ്ടാകുമ്പോഴൊക്കെ മണിച്ചേട്ടൻ്റെ കൂടെയാണ്. അതുപോലെ മണിത്താമരയും ഇതുപോലെ തന്നെയായിരുന്നു. എപ്പോഴും പാടിയിലൊക്കെ വന്ന് ഇരുന്ന് അങ്ങനെയുള്ള ഇതായിരുന്നു മണിത്താമര. അങ്ങനെ ഒരുപാട് കലാകാരന്മാരുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും നമ്മൾക്കെല്ലാവർക്കും വലിയൊരു നഷ്ടമാണ് മണിച്ചേട്ടൻ പോയത്. ഇന്നത്തെ തലമുറയിലുള്ള റാപ്പ് ചെയ്യുന്ന ആൾക്കാരൊക്കെ വെച്ച് നോക്കുമ്പോൾ മണിച്ചേട്ടൻ ഇതെല്ലാം
നമുക്ക് തന്നിട്ടാണ് പോയത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ ഒരു വേദിയിൽ വന്നു കഴിഞ്ഞാൽ ആ വേദി ഇളക്കി മറിച്ചിട്ടേ പുള്ളി പിന്നെ ആ വേദി വിടുള്ളൂ. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരാൾ ഇനി ഉണ്ട്. ഇപ്പൊ രഞ്ജു ചാലക്കുടിയുടെ കൂടെ അതേപോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊക്കെ മണിച്ചേട്ടനോളം എന്തായാലും വരില്ല എന്നുറപ്പാ. അപ്പൊ മണിച്ചേട്ടനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. അതൊക്കെ ഇനി നമുക്ക് പിന്നീട് എപ്പോഴും പറയാം. അപ്പൊ എൻ്റെ ചെറിയ ഓർമ്മകൾ ഇത്രയ്ക്കും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. മണിച്ചേട്ടന് 1 കോടി പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.